സ്ക്രിപ്റ്റ് വായിക്കുമ്പം സ്ക്രിപ്റ്റിനകത്ത് എന്താണ് വേണ്ടുന്നത്? സ്ക്രീൻ പ്ലേ ഈസ് വെരി ക്രൂഷ്യൽ. സ്ക്രീൻ പ്ലേയിലാണ് നമുക്ക് ക്ലീഷേ അടിക്കുന്നത്. കെയർ ഓഫ് സൈറ ബാനു എന്ന് പറയുന്ന പടം ചെയ്തപ്പം വി തോട്ട് ദി ഡയലോഗ്സ് ക്യാൻ ഗെറ്റ് ബെറ്റർ എന്ന് വെച്ചിട്ട് വി ടുക്ക് ദി സർവീസസ് ഓഫ് ബിപിൻ ചന്ദ്രൻ. സോ നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ച് അതിൻ്റെ സ്ക്രീൻ പ്ലേ വായിച്ച് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ സ്ക്രിപ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആസ് എ പ്രൊഡ്യൂസർ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഞാൻ സ്റ്റോറിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോറിനെ കുറിച്ച് സംസാരിച്ച് എനിക്ക് നിങ്ങളുടെ ഡൗട്ട്സ് വന്ന് കാണും. ബട്ട് ലെറ്റ്സ് കണ്ടിന്യൂ. ഇതൊരു ബാച്ചായിട്ടാണ് ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. സോ പ്രോപ്പർലി വരും വീഡിയോസിൽ ഞാനത് സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ വീഡിയോസായിട്ട് ഇറക്കാം. ഇതൊരു വെബ് സീരീസ് സ്റ്റൈലിലാണ് ഇറക്കുന്നത്. അതായത് നമ്മൾ സ്റ്റോറിയെ കുറിച്ച് സംസാരിക്കുന്നു, 4-5 വീഡിയോസ് ഒറ്റയടിക്ക് നമ്മൾ ഇറക്കി വിടുന്നു. ബട്ട് all videos are 15 minutes, so it's short time watch. നിങ്ങൾ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സോ കമ്മിങ് ബാക്ക്, നമ്മൾ സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞു. നൗ ആഫ്റ്റർ ദ സ്റ്റോറി എന്താണ് അടുത്ത വേണ്ടുന്നത്? നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് വേണം. സോ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ഡെബ്യൂ ഗൈസ് ദേ ക്രിയേറ്റ് സ്ക്രിപ്റ്റ് ഫോർ യു. സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കിട്ടാത്ത എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ഫോർ സീനിയർ റൈറ്റേഴ്സ്. സീനിയർ റൈറ്റേഴ്സിൻ്റെ അടുത്ത് പോകും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഉദയകൃഷ്ണ, ബോബി സഞ്ജയ്, you name it, all the big guys, Bipin Chandran, Santosh Chikkanam, you name all the guys. അങ്ങനെ ബിഗ് ഗൈസിൻ്റെ അടുത്ത് പോകുമ്പം they do not write script until and unless you pay in advance. സോ അത് യുവർ പെറോഗ്രേറ്റീവ് ആണ്. അതായത് നിങ്ങൾ ബിപിൻ ചന്ദ്രൻ്റെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ബോബി സഞ്ജയുടെ അടുത്ത് പോകുന്നു, ഒരു കഥ കേൾക്കുന്നു, അവരൊരു കഥ പറയുന്നു. they will tell you the rate, whatever their rate is. ആ റേറ്റ് പറഞ്ഞതിന് ശേഷം you have to place an advance. An advance is expected somewhere around 25 to 30% of the total figure. ഇതാണ് സാധാരണ ഒരു അഡ്വാൻസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി അതർ ഓപ്ഷൻ, അതായത് ഡെബ്യൂ ഡയറക്ടേഴ്സ്, ഡെബ്യൂ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഡെബ്യൂ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇനി പ്രശ്നമില്ല, ബിക്കോസ് ദേ ഹാവ് ടേക്കൺ ദെയർ ഓൺ ടൈം. ദേ വോണ്ട് ടു ഹാവ് എ ബ്രേക്ക് ഇൻ ദ ഇൻഡസ്ട്രി. അവർക്ക് ഇൻഡസ്ട്രിക്ക് ഒരു ബ്രേക്ക് വേണ്ടിയിട്ട് വാട്ട് ദേ വിൽ ഡു ഇസ് ദാറ്റ് ദേ റൈറ്റ് ദ സ്ക്രിപ്റ്റ്സ് ആൻഡ് ദേ കം വിത്ത് ദ സ്ക്രിപ്റ്റ്. അപ്പം സ്ക്രിപ്റ്റ് കൊണ്ട് നിങ്ങൾ സ്റ്റോറി കേട്ടു, സ്റ്റോറി കേൾക്കുന്നു, സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കുന്നു. നൗ സ്ക്രിപ്റ്റ് വായിക്കുമ്പം സ്ക്രിപ്റ്റിനകത്ത് എന്താണ് വേണ്ടുന്നത്? സോ സ്ക്രിപ്റ്റിനകത്ത് വേണ്ടുന്നത് എ സ്ക്രിപ്റ്റ് ഷുഡ് ഹാവ് എ സ്റ്റോറി, ദെൻ എ സ്ക്രീൻ പ്ലേ ആൻഡ് ദ ഡയലോഗ്സ്. അപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് വായിക്കുക. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇതിന് ബഡ്ജറ്റ് ഇടുന്നത്. ഡയറക്ടർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ ഡസ് എ ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ബഡ്ജറ്റ് ഇടുന്ന സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ട്. സോ നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ച് അതിൻ്റെ സ്ക്രീൻ പ്ലേ വായിച്ച് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ സ്ക്രിപ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആസ് എ പ്രൊഡ്യൂസർ. വൺ, സ്ക്രീൻ പ്ലേ എങ്ങനെയുണ്ട്? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി ഇതിനു മുമ്പേ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഒരുപാട് പടം കാണുന്ന ആളാണെങ്കിൽ ഇതിനൊരു അവബോധം ഉണ്ടാവും. അതായത് ഈ പടം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ, ഈ സീൻ ഇതിനു മുമ്പ് ഉണ്ട്. സ്ക്രീൻ പ്ലേ ഈസ് വെരി ക്രൂഷ്യൽ. സ്ക്രീൻ പ്ലേയിലാണ് നമുക്ക് ക്ലീഷേ അടിക്കുന്നത്. ഈ ക്ലീഷേ അടിക്കാതിരിക്കണമെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ യുണീക്ക് സ്റ്റോറി ചൂസ് ചെയ്യണം. സെക്കൻഡ്, ആ സ്റ്റോറി നിങ്ങൾ ചൂസ് ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോറി. സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് തീരെ പോരാ. യു ഹാവ് എ ചാൻസ് ടു ഡ്രോപ്പ് ഇറ്റ് ഓർ എലിവേറ്റ് ഇറ്റ്. ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു സ്റ്റോറി നല്ലതാണെങ്കിൽ വി ഗോ ഇൻ ടു എലിവേഷൻ മോഡൽ. വി ലുക്ക് അറ്റ് ദി ഡയറക്ടർ, വി ലുക്ക് അറ്റ് ദി ടെക്നിക്കൽ ക്രൂ. നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. സ്റ്റോറി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സംടൈംസ് an artist date is taken. അതായത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും കൊണ്ട് വരുന്ന സ്റ്റോറി സ്ക്രിപ്റ്റ് ഉണ്ട്. അങ്ങനെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസസ് ആണ് കൂടുതലും. വളരെ ചൂസി ആയിട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അതായത് ആദ്യം അവർ സ്റ്റോറി ചൂസ് ചെയ്യും, സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യും, എന്നിട്ട് ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യും. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് നമ്മൾ സ്ക്രിപ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. സോ ഇറ്റ്സ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് ഏത് റൂട്ടിൽ പോകണമെന്നുള്ളത്. സോ സ്ക്രിപ്റ്റിനകത്ത് സ്ക്രിപ്റ്റിൽ കൂടെ പോകുമ്പം നിങ്ങൾ അതിനകത്ത് സ്ക്രീൻ പ്ലേ വായിച്ചു, സ്ക്രീൻ പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, സ്ക്രിപ്റ്റ് ടോട്ടൽ ഡയലോഗ്സ് കൊള്ളാം. ഇപ്പോൾ ഡയലോഗ്സ് മോശമാണെന്ന് വിചാരിക്കുക. ഡയലോഗ്സ് മോശമാണെങ്കിൽ സ്ക്രീൻ പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, സ്റ്റോറി ഇഷ്ടപ്പെട്ടു, ഡയലോഗ്സ് ഇഷ്ടപ്പെട്ടില്ല.
So you can appoint another person to write the dialogue. അതായത് ഒരു തേർഡ് പാർട്ടി ആ സെയിം റൈറ്ററിനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ ടേക്ക് എ സെപ്പറേറ്റ് പേഴ്സൺ ടു റൈറ്റ് ദി ഡയലോഗ്സ് ഫോർ യു. ഡയലോഗ്സ് എലിവേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. കെയർ ഓഫ് സൈറ ബാനു എന്ന് പറയുന്ന പടം ചെയ്തപ്പം വി തോട്ട് ദി ഡയലോഗ്സ് ക്യാൻ ഗെറ്റ് ബെറ്റർ എന്ന് വെച്ചിട്ട് വി ടുക്ക് ദി സർവീസസ് ഓഫ് ബിപിൻ ചന്ദ്രൻ. ബിപിൻ ചന്ദ്രൻ എന്ന റൈറ്ററാണ് കെയർ ഓഫ് സൈറ ബാനുവിൻ്റെ ഡയലോഗ്സ് എലിവേറ്റ് ചെയ്തത്. സോ ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. ബട്ട് എവറിത്തിങ് ആഡ്സ് ടു ദ ബോട്ടം ലൈൻ. അതായത് ഇതെല്ലാം കോസ്റ്റ് ഫാക്ടറാണ്. സ്ക്രിപ്റ്റ് റൈറ്ററിന് എത്ര രൂപ കൊടുക്കുമെന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. സ്ക്രിപ്റ്റ് റൈറ്ററിന് ഓരോ പ്രൊഡക്ഷൻ ഹൗസസ് ഓരോ മോഡലിലാണ് കൊടുക്കുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു റിവീൽ ഹൗ മച്ച് വി പേ, ബിക്കോസ് അതൊരു സാലറീസ് ആർ പ്രൈവസി. കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഐ ഓൾവേസ് ബിലീവ് ദ സാലറീസ് ഇസ് പേഴ്സണൽ പ്രൈവസി. സോ ഐ എം നോട്ട് ഗോയിങ് ടു റിവീൽ വാട്ട് ഐ പെയ്ഡ് ഫോർ ഈച്ച് ഓഫ് ദിസ് ഗൈസ്. ബട്ട് അഡീഷണൽ ഡയലോഗ്സ് നിങ്ങൾ എഴുതാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് എ പേയ്മെൻറ്റ് ടു ഇറ്റ്, ആൻഡ് ദ പേയ്മെൻറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡബിൾ ഡിജിറ്റ് ഇഫ് യു ആർ ഗോയിങ് വിത്ത് എക്സ്പീരിയൻസ് ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ലെറ്റ്സ് സേ ദാറ്റ് ഇത് ഡയലോഗ്സ് എഴുതി വീണ്ടും സ്ക്രിപ്റ്റ് തിരിച്ചു വന്നു. ഈ സ്ക്രിപ്റ്റ് തിരിച്ചു വന്നു കഴിയുമ്പം നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോസ്റ്റ് സ്ട്രക്ചർ. ഈ കോസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. സാധാരണഗതിയിൽ ഒരു ഫീൽ ഗുഡ് പടം, അതായത് ഫാമിലി ഡ്രാമ, റൊമാൻസ്, ഇങ്ങനെയുള്ള പടങ്ങളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ടോട്ടൽ ഒരു 80 to 95 സീൻസ് ആണ് സാധാരണ വരുന്നത്. 84 to 95 സീൻസ് വരും ഒരു സ്ക്രിപ്റ്റിനകത്ത്. അടിപ്പടം എടുക്കാനാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ അത് 2.5 മണിക്കൂറിൻ്റെ അടിപ്പടമാണ്. എലിവേറ്റഡ് സീൻസ് ആണ്, കോറിയോഗ്രാഫ് ചെയ്ത സ്റ്റൺസ് ആണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ 64-70 is more than enough, because the time taken for each of this factor is more high. സ്ക്രിപ്റ്റിനകത്ത് ഡീറ്റെയിൽ ചെയ്യുമ്പം നിങ്ങൾ ഒരു ഫാമിലി ഡ്രാമ, റൊമാൻസ്, സേഫ് ബെറ്റ് പടം ആണ് നിങ്ങൾ എടുക്കാൻ ഇറങ്ങുന്നതെങ്കിൽ ഒരു 84 to 95 സീൻസ് നിങ്ങൾ വെക്കുക. ഐ എം ടോക്കിംഗ് അബൌട്ട് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റിനകത്ത് ഇത്രയും സീൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലേക്ക് കയറും. അതായത് നിങ്ങൾ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു, ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി, അഡീഷണൽ ഡയലോഗ്സ് പോരാൻ തോന്നി, അത് എലിവേറ്റ് ചെയ്തു. സ്ക്രീൻ പ്ലേ പോരാൻ തോന്നി, അത് എലിവേറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് സെക്കൻഡോ തേർഡോ ഡ്രാഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ ഡ്രാഫ്റ്റ് കിട്ടിക്കഴിയുമ്പം ദെൻ യു ഹാവ് ടു ഗോ ഇൻ ടു ദി നമ്പറിങ്. എന്താണ് നമ്പറിങ്? നമ്പറിങ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിനകത്തോട് വായിച്ചു നോക്കുമ്പം ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എവിടെയാണ് ഈ കഥാസന്ദർഭം നടക്കുന്നത്? ഒരു ഇപ്പോൾ ഫാമിലി ഡ്രാമ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ 4 കോടി രൂപയുണ്ട്. ഉദാഹരണം, ഒരു പടം എടുക്കുകയാണെങ്കിൽ 4 കോടി രൂപ, അതാണ് ബഡ്ജറ്റ്. നിങ്ങൾ മൾട്ടിപ്പിൾ ആൾക്കാർ ചേർന്നിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം കഥാസന്ദർഭം പ്രകാരം ഒരു 10 സീൻസ് ദുബായിൽ നടക്കുന്നു, 10 സീന് കാശ്മീരിൽ നടക്കുന്നു, ഒരു 10 സീന് നോർത്ത് ഈസ്റ്റ് നടക്കുന്നു, പല ലൊക്കേഷൻ ഷിഫ്റ്റ് നടക്കുന്നു, ഷെഡ്യൂളിംഗ് നടക്കുന്നു. 4 കോടിക്ക് പടം തീരില്ല. 4 കോടിക്കും തിരുത്തില്ല, 10 കോടിക്കും തിരുത്തില്ല. കാരണം ഇറ്റ്സ് ഇമ്പോസിബിൾ ടു confine the budget. Locations maximum lesser shift in the same area. ഇതാണ് നിങ്ങൾ സ്ക്രിപ്റ്റിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് എത്ര ലൊക്കേഷൻസ് ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത്, ഇപ്പം കണ്ണൂർ പോലൊരു സ്ഥലത്ത് നിങ്ങൾ പോയി ഷൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് തലശ്ശേരി ഷൂട്ട് ചെയ്യാം, കണ്ണൂർ ടൗൺ ഷൂട്ട് ചെയ്യാം. ഒരു വണ്ടി ഓടിയാൽ 30 minutes to 1 hour 30 minutes is preferable. 30 minutes താമസിക്കുന്ന ഹോട്ടലിൽ അവിടെ നിന്ന് 30 മിനിറ്റിനുള്ളിൽ പോകാൻ പറ്റുന്ന ലൊക്കേഷൻസ് ചൂസ് ചെയ്ത് നിങ്ങൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഇട്ട് പടം ഷൂട്ട് ചെയ്യുമ്പം ഷിഫ്റ്റിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല, ബാറ്റ റൺ ഓവർ ആവത്തില്ല, ഇങ്ങനെ ഒരുപാട് കാര്യം റൺ ആവത്തില്ല. ഇതാണ് നിങ്ങൾ ലൊക്കേഷൻ പരമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം പ്രോപ്പർട്ടീസ്. വാട്ട് പ്രോപ്പർട്ടീസ് ആർ ബീങ് യൂസ്ഡ്. അതായത് നമുക്ക് സെറ്റ് ഇടണം, പഴയ വീട് സെറ്റ് ഇടണം, ഇത് സെറ്റ് ഇടണം, അത് സെറ്റ് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് പല ഐഡിയകൾ വരും. ബിക്കോസ് ഓൾവേസ് സ്ക്രിപ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ to find a balance between what the director wants and what the producer can offer. നിങ്ങളൊരു നല്ലൊരു ലൊക്കേഷനൊക്കെ സെറ്റ് ഇടണമെങ്കിൽ യു ആർ ടോക്കിംഗ് സംവെയർ അറൌണ്ട് 20 lakhs 25 lakhs ഇന്നത്തെ രീതിയിൽ. അതൊരു ബിഗർ സെറ്റ് ആണെങ്കിൽ 1.5 കോടി രൂപ 2 കോടി രൂപ സെറ്റ് വർക്കിന് തന്നെ പോകും. ഫാമിലി പടം എടുക്കാൻ ഇടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ചരിത്ര സിനിമ എടുക്കാൻ ഇറങ്ങുവാണ്, ഒരു പർട്ടിക്കുലർ കാലഘട്ടം 1980s കഥയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1980s ബിൽഡിങ്സും അന്നത്തെ സ്ട്രക്ചറും ഒന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. ആൻഡ് ദാറ്റ് ഇൻസ്റ്റൻസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദാറ്റ്. അതായത് നിങ്ങൾക്ക് സെറ്റിന് പോകാം, പക്ഷെ അതിന് ആ സ്കെയിലബിലിറ്റി ആ സ്ക്രിപ്റ്റിന് വേണം. ഇല്ലെങ്കിൽ യു ലുക്ക് അറ്റ് ദി തിങ്. പിന്നെ ഒരിക്കൽ നിങ്ങൾ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് നിങ്ങൾ അഗ്രി ചെയ്താൽ എത്തിക്കലി യു ആർ സപ്പോസ് ടു പ്രൊവൈഡ് ഇറ്റ്.
അതായത് നിങ്ങൾ അത് ആ ഡയറക്ടറിന്, ആ സ്ക്രിപ്റ്റ്, ആ ടെക്നിക്കൽ ടീമിന് ആ സാധനം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ പ്രോപ്പർട്ടി തരാൻ പറ്റില്ല, എനിക്കിത് വരാൻ പറ്റത്തില്ല, നിങ്ങൾ അംഗീകരിച്ച സ്ക്രിപ്റ്റാണ്, പ്രൊഡ്യൂസർ അംഗീകരിച്ച സ്ക്രിപ്റ്റിലാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അവർ അത് പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പറയുവാണ് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് ചലഞ്ചസ് ദർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ ആ മാറ്റങ്ങളെല്ലാം വരുത്തി വേണം സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യാൻ. വൺസ് എ സ്ക്രിപ്റ്റ് ഇസ് ലോക്ക്ഡ്, only suggestions taken is in the shoot time. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോ സജഷൻ പറയും. ആ സജഷൻ നിങ്ങൾക്ക് എടുക്കാം. ബിക്കോസ് ദാറ്റ് ഓൾവേസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് എ ബെറ്റർമെൻറ്റ് ഓഫ് ദ മൂവി. പക്ഷേ ചില ആർട്ടിസ്റ്റ് ഓവർ റൺ ചെയ്യും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഇതിങ്ങനെ എടുത്താൽ മതി എന്ന് പറയും. നോ, ദാറ്റ് ഈസ് പ്യുവർലി എ ഡയറക്ടേഴ്സ് കോൾ. എൻഡ് ഓഫ് ദ ഡേ ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. സോ അല്ലെ, സ്ക്രിപ്റ്റ് നമ്മൾ ലോക്ക് ചെയ്ത് ചേഞ്ചസുകളെല്ലാം വരുത്തി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആക്കി. സോ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ സ്റ്റോറിയിൽ നിന്ന് തുടങ്ങി സ്ക്രിപ്റ്റിൽ കയറി 5-6 തവണ നമ്മൾ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു, ഇൻക്ലൂഡിങ് ദ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്. അവിടം വരെ നമ്മൾ ചെയ്തിരുന്നു. സോ നെക്സ്റ്റ് എപ്പിസോഡ് വാട്ട് ഐ വിൽ ഡു ഇസ് ദാറ്റ് ഐ വിൽ ടോക്ക് അബൌട്ട് ദി ഡയറക്ടർ. ആരാണ് ഡയറക്ടർ, എങ്ങനെയാണ് ഡയറക്ടറിനെ ചൂസ് ചെയ്യേണ്ടത്, എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ. ബിക്കോസ് എല്ലാ പ്രാവശ്യവും ഒരു ഡയറക്ടർ ആയിരിക്കത്തില്ല സ്റ്റോറി കൊണ്ടുവരുന്നത്. ഇൻഡിപെൻഡൻറ്റ് സ്റ്റോറി ടെല്ലേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പടങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളുടെ അടുത്ത്. സംടൈംസ് യു ഹാവ് ടു ചൂസ് എ ഡയറക്ടർ, സംടൈംസ് ദ ഗൈ കംസ് വിത്ത് ദ ഡയറക്ടർ. ഇത് രണ്ടും ചാൻസസ് ഉണ്ട്. സോ ഡയറക്ടർ ഇസ് എ വെരി ക്രൂഷ്യൽ പേഴ്സൺ ഇൻ അവർ മൂവി. മേക്ക് ഓർ ബ്രേക്ക് പേഴ്സൺ ആണ് ചൂസിങ് എ ഡയറക്ടർ. മേക്ക് ഷുവർ ദാറ്റ് ഹീ ഈസ് എ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. നിങ്ങളല്ല ക്യാപ്റ്റൻ. യു ആർ ദ പേഴ്സൺ ഹു ഫണ്ട്സ് ഇറ്റ്. പ്രൊഡ്യൂസർ ആ പടത്തിൽ ഫണ്ട് ചെയ്യുന്നു, ഓൾ റൈറ്റ്സ് is of the producer, but a person who have to lead it, as a captain, ആ വണ്ടി, ആ കപ്പല ഓടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആ ഡയറക്ടറിൻ്റെതാണ്. സോ ചൂസിങ് എ ഡയറക്ടർ ഈസ് ബ്രേക്ക് ഓർ മേക്ക് ഫോർ അവർ മൂവി. സോ അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. സോ എനിവേ, വൈൻഡിങ് അപ്പ് ദിസ് എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദിസ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എഴുതി അറിയിക്കാം. I will definitely look into it. Thank you so much.